ചാമ്പ്യന്മാർക്ക് അവരുടെ കഴിവുകളിൽ ആത്മവിശ്വാസമുണ്ട്. അവരിൽ തന്നെ വിശ്വാസവുമുണ്ട്. ഭയമോ അരക്ഷിതാവസ്ഥയോ അവരെ പിന്നോട്ട് വലിക്കാൻ അവർ അനുവദിക്കില്ല. അവർ വെല്ലുവിളികളെ സ്വീകരിക്കുകയും അജ്ഞാതമായതിനെ നേരിടാൻ തയ്യാറായിരിക്കും. ദൃഢനിശ്ചയമുള്ളവരും സ്ഥിരതയുമുള്ളവരാണ് അവർ. എളുപ്പത്തിൽ തോൽവി സമ്മതിക്കില്ല. കാര്യങ്ങൾ കഠിനമായിരിക്കുമ്പോൾ അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ജീവിതത്തിലെ പോരാട്ടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവയെ മറികടക്കാനും പോസിറ്റീവ് നെഗറ്റീവ് അനുഭവങ്ങളിൽ അർത്ഥം കണ്ടെത്താനും വെല്ലുവിളി നിറഞ്ഞ ആളുകളോടും സാഹചര്യങ്ങളോടും സമാധാനപരമായി ജീവിക്കാനും പരസ്പരം പ്രയോജനകരമായ തന്ത്രങ്ങളിലൂടെ മറ്റുള്ളവരുടെ സൽസ്വഭാവം, ബഹുമാനം, പ്രശംസ എന്നിവ നേടാനും മുതലെടുക്കാനും കഴിയുന്ന ഒരാളാണ് യഥാർത്ഥ ചാമ്പ്യൻ. ഒഴികഴിവുകളില്ല എന്നതാണ് അവരുടെ വിജയരഹസ്യം. അവരുടെ ഫലങ്ങളുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം അവർ തന്നെ ഏറ്റെടുക്കുന്നു. നല്ലതോ ചീത്തയോ ആയ ചില കാര്യങ്ങൾ എന്നെ നിയന്ത്രണത്തിന് പുറത്താണെന്ന് അവർ തന്നെ കരുതിയിരിക്കുന്നു. ചിലപ്പോൾ അത് ശരിയാണെങ്കിലും ആ സാഹചര്യങ്ങളോട് അവർ പ്രതികരിക്കുന്ന രീതി എല്ലാ സമയങ്ങളിലും അത് അവരുടെ അധികാരപരിധി തന്നെയാണ്. വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് തോൽക്കാൻ പഠിക്കുക എന്നതാണ്. അതായത് പരാജയത്തിൽ നിന്നും നിരാശയിൽ നിന്നും പിന്മാറാതെ തങ്ങളുടെ സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക. പരാജയത്തോടുള്ള അവരവരുടെ പ്രതികരണമാണ് അവരിലുള്ള ഓരോ ആളുകളുടെയും വിജയശേഷിയെ നിർണ്ണയിക്കുന്നത്. വിജയികളെ നയിക്കുന്നത് ബാഹ്യമായ മൂല്യനിർണ്ണയമോ മറ്റുള്ളവരുമായുള്ള താരതമ്യമല്ല, മറിച്ച് അഭിനിവേശം, ലക്ഷ്യം തുടങ്ങിയ ആന്തരിക പ്രചോദനങ്ങളാണ്. നേട്ടവും അംഗീകാരവും ഒരു ചാമ്പ്യന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അവർക്ക് നേട്ടബോധം നൽകുകയും അവരുടെ ആത്മാഭിമാനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ചാമ്പ്യനിലേക്കുള്ള ആ ഒരു യാത്ര ശക്തമായ ഒരു പ്രചോദനമാകാം. ലക്ഷ്യങ്ങൾ സ്ഥാപിക്കാനും ഭാവിയിലെ ഉദ്യമങ്ങളിൽ മികവ് പുലർത്താനും ഇത് ഏതൊരു ചാമ്പ്യനെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാ വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് ഓരോ മത്സരങ്ങളിലും ലഭിക്കുന്ന കഴിവും തിരിച്ചറിവുമാണ് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ എല്ലാ ചാമ്പ്യന്മാരെയും ഓർമ്മിപ്പിക്കുന്നു. വരാൻ പോകുന്ന മത്സരങ്ങളിൽ ഈ രണ്ട് പോരാളികൾക്കും നമ്മുടെയും ചാനലിൻ്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം ഇതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സ് ജിംനേഷ്യം ഓണർ ശ്രീ സുധാകരേട്ടനെയും കുടുംബത്തെയും പ്രത്യേകം സ്മരിക്കുന്നു. ഒരിക്കൽ കൂടി വിജയികൾക്ക് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.
എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ള ശരിക്കും പറഞ്ഞാൽ 2 നാഷണലിൽ മത്സരിച്ച് പുറത്തേക്ക് മത്സരത്തിനായി പോകാനുള്ള ആളുകളുടെ കൂടെ ഉള്ളത് നമ്മുടെ ജിംനേഷ്യത്തിൻ്റെ ജിംനേഷ്യത്തിൻ്റെ ഇൻസ്ട്രക്ടറായിട്ടുള്ള സുധാകരേട്ടനാണ്. അതോടൊപ്പം ഡോക്ടർ അബ്ദുൽ അസീസ്. യെസ്, ഇങ്ങനെ 2 പേരെ കൂടെ നമ്മളുടെ പ്രിയേഷ് എത്തിച്ചേർന്നിട്ടില്ല. പ്രിയേഷും ഇവരുടെ കൂടെ പോകാനുള്ള ആളാണ്. തീർച്ചയായിട്ടും പ്രിയേഷ് എത്തിച്ചേർന്ന പ്രിയേഷിനും കൂടി നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആക്കും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇൻസ്ട്രക്ടറായിട്ടുള്ള സുധാകരനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സുധാകരേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പം സുധാകരേട്ടാ, നമുക്കറിയേണ്ടത് ഈ ഒരു ജിംനേഷ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് എത്ര വർഷം? നമ്മൾ 1983 നമ്മളെ ക്ലബ്ബ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 37-38 വർഷമായി കാണും. അതായത് 37-38 വർഷമായി ഈ ഒരു സ്ഥാപനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ നമ്മളെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നമ്മളെ ഈ ജിംനേഷ്യം നടത്തിയിരുന്നത്. അന്ന് വെറും ഒരു ഓലപ്പുരയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഹെൽത്ത് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മളത് ഒരു ബിൽഡിംഗ് ആക്കി മാറ്റി. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി അതിനെ ഒരു പുരോഗമനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളിവിടെ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മൾ 2007 ഞങ്ങൾ ഈ ബിൽഡിങ്ങിലേക്ക് മാറിയത്. ഡോക്ടർ പിന്നെ നമ്മുടെ സുധാകരന്റെ കൂടെ അല്ലെങ്കിൽ ഈ ജിംനേഷ്യത്തിൽ വരാൻ തുടങ്ങിയ എത്ര വർഷമായി? ഞാൻ 2015 മുതൽ വരുന്നുണ്ട്. 10 വർഷത്തോളായി. ഏത് ടൈമിലാണ്? സാധാരണ മോർണിംഗ് ഡേ ടൈമിലാണ് വരുന്നത്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. എനിക്ക് സുധാകരനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ഒരു ജിംനേഷ്യത്തിന്റെ വർക്കിംഗ് ടൈം എങ്ങനെയാണ്? രാവിലെ 5 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. 5 മണിക്ക് 5 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു 10 മണി വരെ രാവിലെ പ്രാക്ടീസ് ഉണ്ട്. അത് കഴിഞ്ഞപ്പം 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 മണി തൊട്ട് വൈകിട്ട് 3 മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു 10 മണി വരെ. അതിനിടയിൽ നിരവധി നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഏകദേശം എത്ര മെമ്പേഴ്സ് ഇപ്പം ഇവിടെ മെമ്പേഴ്സ് ആയിട്ടുണ്ട്? ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു 125 പേര് നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി ഡോക്ടറോടെ ചോദിക്കല്ലേ, അതായത് ഈ ഒരു മത്സരത്തിൽ പിന്നെ ഓൾറെഡി ഇപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം ഇത് ആരാണ് ഈ ഒരു നിങ്ങളുടെ ഉള്ളിലൊരു ചാമ്പ്യൻ അല്ലെങ്കിൽ ഒരു ആള് ഉണ്ടെന്ന് കണ്ടുപിടിച്ചതാണ്? ഞാനിവിടെ 2015 വരുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് ഇതിൻ്റെ പ്രാക്ടീസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. മാഷിൻ്റെ അണിയൻ നമ്മൾ ജയിക്കാൻ ഉണ്ട്. ഇദ്ദേഹമാണ് ഇതിലേക്ക് കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ ആക്കി കൊണ്ടുവരുന്നത്. കൂടാതെ മാസ്റ്റർ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. പക്ഷേ കുറേ കാലം മത്സരത്തേക്ക് അങ്ങനെ ഇറങ്ങിയില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ ശരിക്കും നാട് ഇവിടെ തന്നെയാണോ? അല്ലല്ല, ഞാൻ നാട് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ്, മിനിക്കോയ് ദ്വീപ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ലക്ഷദ്വീപിലുള്ള ആളാണ്. ഇവിടെ സെറ്റിലായി. ഇപ്പോൾ അതിന് ശേഷമാണ് 2015 മുതൽ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി ക്ലബിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രാക്ടീസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇനി നിങ്ങളുടെ ഈ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവം നടക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? ട്രെയിനിങ് സമയത്ത് നമുക്ക് മൊത്തത്തിലുള്ള ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്. അതിൻ്റെ ആയിട്ടുള്ള ഡയറ്റിങ് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് വർക്കൗട്ട് ടൈമിൽ വേണം. പിന്നെ അതിൻ്റെ സമയത്ത് ആം റെസ്ലിംഗ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആമിനായിട്ടുള്ള എല്ലാ തരം വർക്കൗട്ടും പ്രത്യേകിച്ചും ചെയ്യേണ്ടി വരും. ആസ് എ ഇൻസ്ട്രക്ടർ നിങ്ങൾ ഇദ്ദേഹത്തിന് എന്തൊക്കെ ഡയറക്ഷൻസ് ആണ് ഇവിടെ വരുന്ന സമയത്ത് കൊടുക്കുന്നത്? നമ്മൾ അപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവർ ആ ഡ്യൂട്ടി ടൈം അത്രയും സമയം അവിടെ ചെലവഴിച്ചിട്ട് പിന്നെ ആ ഒരു റെസ്റ്റ് ടൈമിലാണ് അവരിവിടെ വരുന്നത്. അപ്പം രാവിലെ തന്നെ ആവുന്ന സമയത്ത് നമുക്ക് ആ ജിമ്മിലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പം അതാണ് അവർക്ക് ഏറ്റവും ശരീരത്തിനും മാനസികമായിട്ടും ഒക്കെ ഒരു ഉന്മേഷം കിട്ടുന്നത് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ടും ഡോക്ടർ ഈ തിരക്കിനിടയിലും നമ്മൾ ഇതിന് സമയം കണ്ടെത്തുന്നതാണ് ഡോക്ടർ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെ. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ഭക്ഷണമാണ് ഈ ഒരു വരാൻ പോണ മത്സരത്തിന് അതിന് ഒരു ന്യൂട്രീഷൻ എന്നുള്ള പോലെ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഈ ഹെൽത്ത് ക്ലബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് നമ്മൾ കുട്ടികൾക്കുള്ള ആ ഒരു മരുന്ന് കൊടുക്കുക, ഇഞ്ചക്ഷൻ ചെയ്യുക, അത് ഡോക്ടർക്ക് തന്നെ അറിയാം. ഡോക്ടർക്ക് എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള അവരെ ഫുഡ് തന്നെയാണ്. അതിൽ നല്ല അത്യാവശ്യം നമ്മുടെ ശരീരത്തിന് ഊർജ്ജം കിട്ടുന്ന രീതിയിലുള്ള ശക്തി കിട്ടുന്ന രീതിയിലുള്ള നമ്മളെ നാടൻ ഭക്ഷണങ്ങളെല്ലാം കഴിച്ചിട്ട് തന്നെയാണ് നമ്മളെ ഈ യൂണിവേഴ്സ് ഹെൽത്ത് ക്ലബിലുള്ള എല്ലാ കുട്ടികളും മത്സരത്തിന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കൃത്രിമമായിട്ട് ഒന്നും ഇവർക്ക് ആരും തന്നെ യൂസ് ചെയ്യുന്നില്ല. അതാണ് നമ്മളെ ഇതിൻ്റെ പ്രത്യേകത തന്നെ.
അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സുധാരായിട്ട് പറയണത് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ഈ ഒരു ക്ലബിന്റെ ബേസ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുവഴി തന്നെ ഇഷ്ടം പോലെ ചാമ്പ്യൻസിനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ സുധാരേട്ടാ, നമ്മൾ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഇവിടെ പുതിയതായിട്ട് അഡ്മിഷന് വരുന്ന ആളുകൾ വരുന്ന സമയത്ത് ചിലപ്പോൾ പക്ഷേ ആൾ വരുന്ന സമയത്ത് അവർക്ക് ഇതിനെ കുറിച്ച് ഒരു അറിവുണ്ടാവില്ല. അപ്പോൾ ഓടി വന്ന് ഒരു നോർമലി 50 കിലോ അല്ലെങ്കിൽ 100 കിലോ ഒക്കെ ജിംനേഷ്യത്തിൽ വെയിറ്റ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ കണ്ടുവരാറ്. നമ്മളിവിടെ ബേസിക് ആയിട്ട് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നാൽ തന്നെ നമ്മളിവിടെ കുട്ടികൾ എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടതാണ്. ശരിക്കും വാമപ്പ് ചെയ്തതിന് ശേഷം നമ്മളൊരു 10 കിലോ 20 കിലോ 30 കിലോ അങ്ങനെ പടിപടിയായി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു 100-120 കിലോയിലേക്ക് നമ്മൾ കടക്കുന്നുള്ളൂ. ഇപ്പൊ തന്നെ കുട്ടികൾ, ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പം അടുത്ത മാസം 13-ാം തീയതി മത്സരം നടക്കുന്നുണ്ട്, സ്റ്റേറ്റ് മത്സരം. അപ്പൊ ഇവിടുന്ന് തന്നെ നമ്മളെ ഈ ക്ലബിൽ നിന്ന് ഒരു 25 പേര് ഈ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട് ഈ ക്ലബിൽ നിന്ന്. അതായത് ഞാൻ അതേപോലെ തന്നെ ഞാൻ മലപ്പുറം ജില്ലേന്റെ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ മാക്സിമം മലപ്പുറം ജില്ലയിലുള്ള മാക്സിമം കുട്ടികളെ ഇതിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പം ഞങ്ങൾ. ഇനി ഡോക്ടറോടാണ് ചോദിക്കുന്നത്, അതായത് ഫാമിലി അല്ലെങ്കിൽ ഇതിന് ഇൻസ്പിറേഷൻ ആയ കുറേ ആളുകളുണ്ടാവില്ല, അവരാരൊക്കെയെന്ന് പറയും. അതേപോലെ തന്നെ അവരൊക്കെ നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ടല്ല. ഫാമിലിയിൽ നിന്ന് എല്ലാവരുടെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. നമ്മുടെ മത്സരത്തിൽ പോകുമ്പോഴും അതൊന്നും എളുപ്പമൊന്നുമല്ല. എല്ലാ ഇതും പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫാമിലിയായിട്ട് പറയാനുള്ള എല്ലാ എൻ്റെ വൈഫാണ് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ആസ് എ ഡോക്ടർ, അതായത് ഇപ്പോൾ ഇഷ്ടംപോലെ പേഷ്യൻസിനൊക്കെ നമ്മൾ ഓൾറെഡി കാണുന്നുണ്ട്, കൂടുതൽ ആളുകളായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മിങ്കിൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ കൂടെ തന്നെ ഈ ഒരു കായിക വിനോദം, ഈ ആം റെസ്ലിംഗ് എന്നുള്ള ഇപ്പം നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് സെക്ഷൻ എടുത്ത്, അപ്പോൾ ഒക്കെ നമുക്കൊരു ക്ഷീണം അതല്ലെങ്കിൽ ഡേ ഫുള്ളായിട്ട് നമ്മൾ ഡ്യൂട്ടിയിൽ എൻഗേജ് ചെയ്യണ സമയത്ത് എന്തെങ്കിലും ഈ ഒരു പ്രാക്ടീസ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അല്ല, പ്രാക്ടീസ് ആകുന്ന പ്രശ്നമില്ല. നമ്മൾ ടൈമിൽ വെച്ചിട്ടാണ് പോകുന്നത്. മോർണിംഗിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് നല്ല കഴിക്കാനുള്ള ഭക്ഷണം മിനിമമായിട്ട് കഴിച്ചിട്ട് വരുള്ളൂ, പ്രോപ്പറായിട്ട് എനർജി കിട്ടാൻ. അതേസമയം പ്രോപ്പർ ഹൈഡ്രേഷൻ പറയാം, നമ്മൾ വെള്ളം ആവശ്യത്തിന് കുടിക്കണം. അതേസമയം ഡ്യൂട്ടി സമയത്ത് അങ്ങനെ ക്ഷീണമോ ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടാകും. അതുകൂടാതെ ഇപ്പോൾ സമയം കിട്ടാത്ത സമയത്ത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നൈറ്റിലും വരാറുണ്ട്. എല്ലാ ദിവസവും മാറി ഇങ്ങനെ വരും. എടുക്കാത്ത ദിവസം നൈറ്റ് അടിച്ച്. ഇനിയിപ്പോൾ വരാൻ പോണ അസർബൈജാൻ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്ന മത്സരം. അപ്പോൾ അവിടേക്കുള്ള ഫണ്ട് കാര്യങ്ങൾ അതൊക്കെ റെഡി ആയിട്ടുണ്ടോ? അതല്ലെങ്കിൽ നമ്മുടെ കേരള സ്പോർട്സ് കൗൺസിൽ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? ഗവൺമെൻറ്റും അത് ഭാഗത്തിൻ്റെ സപ്പോർട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ സ്പോൺസർമാരെ ഇപ്പോൾ നോക്കുന്നുണ്ട്, കിട്ടുന്നവർക്ക് ചെയ്യാനായിട്ട് പോകും, എങ്ങനെയെങ്കിലും പോകാൻ നോക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നമസ്കാരം. നേരത്തെ നമ്മൾ പറഞ്ഞ 2 പേരാണ് ഈ വരാൻ പോകുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ആള് പ്രിയേഷാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഒലിപ്പുറം 15 ഭാഗത്തുള്ള ആളാണ്. എൻ്റെ ഒരു നാട്ടുകാരനാണ്. അദ്ദേഹവും നേരത്തെ നമ്മളെ സൂചിപ്പിച്ച പോലെ ഡോക്ടറുടെ കൂടെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും പ്രിയേഷിനെ കുറിച്ച് സുധാരേട്ടൻ എന്താണ് പറയാ? പ്രിയേഷ് ഈ അടുത്ത കാലത്ത് വന്നൊരു സ്റ്റുഡൻ്റാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മളെ ഈ ക്ലബിൽ വരുന്നവരെ ഒരു പ്രത്യേകത തന്നെ അതാണ്. വരുമ്പോൾ തന്നെ അവർക്ക് പറ്റുന്ന ഒരു ചോയ്സ് തിരഞ്ഞെടുക്കാൻ കഴിയും. അപ്പോൾ വരുമ്പം തന്നെ ഇവിടെ ഒരു പഞ്ചഗുസ്തിൻ്റെ പ്രാക്ടീസ് നടക്കുന്നു. ആ പഞ്ചഗുസ്തിൻ്റെ പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് അതിലിറങ്ങുന്നവർ അങ്ങനെ തന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ അവർക്ക് പ്രൈസ് കിട്ടുന്നു. അത് തന്നെയാണ് അവരൊരു പ്രചോദനം എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഒരു പ്രൈസ് കിട്ടുമ്പോൾ അതൊരു 3rd പ്രൈസാണ് ശരിക്കും കിട്ടിയിരുന്നത്. ആ 3rd പ്രൈസും തുടങ്ങി പിന്നെ 2ണ്ടിലേക്ക് വന്ന് 1stiലേക്ക് വന്ന് അങ്ങനെ അവർ പോകുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഇപ്പോൾ ഈ അടുത്ത് നടക്കുന്ന 13-ാം തീയതി നടക്കുന്ന പവർ ലിഫ്റ്റിങ്ങിലും പ്രിയേഷ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ക്ലബിൽ എന്ന് പറഞ്ഞാൽ ഈ ആം റെസ്ലിങ്ങിനോട് കൂടി തന്നെ പവർ ലിഫ്റ്റിങ്, വെയ്റ്റ് ലിഫ്റ്റിങ്, ബോഡി ബിൽഡിങ് ഇങ്ങനെയുള്ള എല്ലാ മത്സരങ്ങളും നമ്മളിവിടെ ഈ ക്ലബിൽ നടത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പാക്കേജ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സേവനത്തെ സമീപിക്കാം, ഈ ഹെൽത്ത് ക്ലബിനെ സമീപിക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോയ്സസും അവൈലബിൾ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ മാർഷൽ ആർട്സും ഇവിടെ നടത്തുന്നുണ്ട്. മാർഷൽ ആർട്സ് കരാട്ടയാണ് നമ്മളിപ്പോൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. മാർഷൽ ആർട്സിൽ ഞാൻ 5th റാങ്ക് ബ്ലാക്ക് ബെൽറ്റ് ആണ്. പിന്നെ തൈക്കോണ്ടോയിൽ ഞാൻ 2nd റാങ്ക് ബ്ലാക്ക് ബെൽറ്റ് ആണ്. അപ്പം ഇവിടെ പോയി കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത് ഇപ്പം അഞ്ചനാണ്, ലിയാനന്ദൻ. ഇപ്പം ഈ ലിയാനന്ദൻ്റെ മകള് കഴിഞ്ഞ വർഷം തുർക്കിയിൽ വെച്ച് നടക്കുന്ന ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ
പങ്കെടുത്ത് വന്നതാണ്. ആ ഇപ്പം നാഷണൽ മത്സരം ഇപ്പം തൃശ്ശൂർ വെച്ച് ഇന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് അവരൊക്കെ അവിടെ പോയിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രിയേഷിനോട് ചോദിക്കുന്നത്, പ്രിയേഷ് ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ അഡ്വൈസസ് ആണ് സുധാകരേട്ടൻ തന്നെ? ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് പഞ്ചഗുസ്തിനോട് കോൺഫിഡൻസ് കിട്ടിയത്. ഞാൻ 2015 പഞ്ചഗുസ്തി അന്നൊക്കെ പ്രാക്ടീസ് ഇല്ലാതാണ് പോകാറ്. അങ്ങനെ ഇതിലൊക്കെ എന്തായാലും ഇറങ്ങണം എന്ന് തീരുമാനിച്ച് കഠിനമായ പ്രാക്ടീസ് ചെയ്ത് വിജയം കൈവരിക്കാമെന്ന് കരുതിയിട്ടാണ് സുധാകരമായിട്ട് ഞാൻ കോൾ ചെയ്തത്. സുധാകരമായിട്ട് പറഞ്ഞ് ഇന്ന വ്യക്തി വരാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത ആ സമയത്ത് തന്നെ 2 ആഴ്ച പ്രാക്ടീസ് ചെയ്തു. 3-ാമത്തെ ആഴ്ച മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ മത്സരം വന്നു. അതില് സെക്കൻഡ് പ്രൈസ് കിട്ടി പ്രൈസിലേക്ക്. അതിന്റെ ശേഷം മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രചാരണം നിന്ന് സുധാകരന്മാർക്ക് പിന്നെ ഈ എഴുത്തുള്ള എല്ലാ പ്ലേയേഴ്സും പേരിട്ട് പറയുന്ന എല്ലാ പ്ലേയേഴ്സും നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇന്റർവ്യൂ ചെയ്ത നമ്മുടെ ഡോക്ടറായിട്ട് ഈ ഫൈറ്റുകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പഞ്ചഗുസ്തിയിൽ പ്രാക്ടീസിൽ അല്ലെങ്കിൽ മത്സരത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള പ്രിക്കോഷൻസ്, അതായത് ഒരു 2 പേരും ഒരേ സ്ഥാപനത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനെ വെച്ചാണ്? ഞങ്ങൾ തമ്മിൽ മത്സരത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ട്. കാരണം മത്സരിച്ചില്ലാന്ന് പറയുന്നത് 2 ആളും മാസ്റ്റേഴ്സാണ്. വെയിറ്റ് കാറ്റഗറി ഉണ്ട്. ഞാൻ 70 kg ആണ്, ഡോക്ടർ 85 kg ആണ്. അപ്പം വെയിറ്റ് കാറ്റഗറി ഉണ്ട്, ഏജ് കാറ്റഗറി ഉണ്ട്. അങ്ങനെ അതിൽ 2ഉം സെയിം ആയാൽ മാത്രമേ ഒരുമിച്ച് മത്സരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരുമിച്ച് പോകാറുണ്ട്. ഈ ഒരുമിച്ച് പോകുന്ന സമയത്ത് പരസ്പരം ടിപ്സ് നമ്മളെ കൈമാറല്ലോ. അതിലിപ്പോ 2 കാറ്റഗറി ആണെങ്കിൽ പോലും മത്സരങ്ങൾ വരുമ്പോൾ ഓരോരോ ആളുകളായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഓരോരുത്തർക്ക് എക്സ്പീരിയൻസ് അദ്ദേഹം എങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്? എക്സ്പീരിയൻസ് അദ്ദേഹം നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ഈ ഡോക്ടർ എന്ന് പറഞ്ഞത് ഒരു വെറും ഡോക്ടറിന് നിൽക്കുന്ന ആളല്ല. എന്തൊക്കെ വർക്കുണ്ടോ അതൊക്കെ ചെയ്യുന്ന ആളാണ് ഡോക്ടർ. ഇപ്പൊ ഇൻഡസ്ട്രിയൽ വർക്ക് എല്ലാ വർക്കും ഒരേപോലെ ചെയ്യുന്ന ആള്. പിന്നെ ഡോക്ടറെ സപ്പോർട്ട് നല്ലുണ്ട്. എന്ത് കാര്യത്തിലായാലും ഡോക്ടറായിട്ട് നമുക്ക് എന്റേക്കും ധൈര്യമായിട്ട് ഇറങ്ങിയിട്ട് വേണം. പകുതി വഴി വെച്ച് നിൽക്കേണ്ട ആളല്ല ഡോക്ടറെ സപ്പോർട്ട്. എനിക്ക് ഈ ജിമ്മിൽ വന്നതിന് ശേഷമാണ് ഡോക്ടർ കഴിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ നല്ല സപ്പോർട്ടാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ സുധാകരേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ബിന്ദുവിന്റെ ഹസ്ബൻഡാണ്. അദ്ദേഹത്തെ എനിക്ക് നേരത്തെ അറിയാം. ഫാമിലിയിലെ ബാക്കിയുള്ള ആളുകളുടെ ഡീറ്റെയിൽസ്? ഫാമിലി, നിങ്ങൾ നേരത്തെ ഡോക്ടറോട് ചോദിച്ച മാതിരി തന്നെ ഫാമിലി നമ്മളൊരു ജീവിതത്തിൻ്റെ വിജയം തന്നെ ഫാമിലിയാണ്. ഫാമിലി എന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കോമ്പറ്റീഷൻ ഇറങ്ങാനും അതിൽ വിജയിക്കാനും, ആ വിജയിച്ച് വരുന്ന സമയത്ത് നമ്മളൊക്കെ ഒരു നല്ലൊരു വാക്ക് പറയാനും നമ്മളെ ഫാമിലി ഉഷാറായിരിക്കണം. എൻ്റെ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫുൾ സപ്പോർട്ട്. എൻ്റെ ഫാമിലി, അനുജൻ്റെ ഫാമിലി, എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് നമ്മളെ ഈ ക്ലബിന്. അത് തന്നെയാണ് നമ്മളെ എൻ്റെ ഈ ഹെൽത്ത് ക്ലബിൻ്റെ വിജയവും അത് തന്നെയാണ്. ഓക്കെ, എന്തായാലും 2 ചാമ്പ്യൻസിനെ ഇവിടുന്ന് നമുക്ക് അതിലിപ്പോ ഒരു പ്രൊട്ടക്റ്റീവായിട്ട് 2 ചാമ്പ്യൻസിനെ കിട്ടി. ഇനി ഇഷ്ടം പോലെ ചാമ്പ്യൻസ് വരാൻ പോവാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകളും ഈ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം, അതുവഴി സമ്മാനങ്ങൾ നേടാമെന്നുള്ളത് ബേസിക് കൺസെപ്റ്റിലാവും എത്തിച്ചേർന്നിട്ടുണ്ടാവും. അവർക്കൊക്കെ കൊടുക്കാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോ? അത് ഇവർ വേൾഡിൽ പങ്കെടുക്കാൻ കഴിയട്ടെ. അവർക്ക് നല്ലൊരു രീതിയിൽ അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇപ്പം മത്സരത്തിൽ കാണാം, നമ്മൾ ഇപ്പം ഒളിമ്പിക്സ് മത്സരത്തിൽ തന്നെ വെയിറ്റ് ഒരു 100 ഗ്രാം കൂടിയ സമയത്ത് തന്നെ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എല്ലാ മത്സരങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇവർ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു 75 കിലോ ആണ്, 75 കിലോ ആയിട്ട് അവർ 75-100 ആയി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഭക്ഷണകാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഭക്ഷണം കുറയ്ക്കുന്ന സമയത്ത് അവരെ പവർ കുറയാൻ പാടില്ല. ഇങ്ങനെയെല്ലാം വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം. ഏതായാലും ഈ മത്സരത്തിന് പോയി ഇവർ വിജയിച്ച് വരട്ടെ എന്നുള്ളതാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. ഫാമിലിയിലെ മറ്റാരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ സപ്പോർട്ടോ കാര്യങ്ങളോ നടക്കണം? ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമ്മളിവിടേക്ക് രാവിലെ വരുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കി തരുന്നത്. പിന്നെ മത്സരത്തിന് പോകുമ്പോൾ
സപ്പോർട്ട് ഉണ്ട് എല്ലാ കാര്യത്തിലും. പിന്നെ അനിയൻ സ്പോർട്സ് മേഖലയിലാണ്. അനിയൻ്റെ ജോലി പോലീസിലാണ്, ITBC ഇൻസ്പെക്ടറാണ്. ഇപ്പോൾ രാജസ്ഥാനിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കൂടാതെ അനിയൻ നാഷണൽ ചാമ്പ്യനാണ്. എല്ലാ മേഖലയിലും ഉണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായത് ഈ ഒരു യൂണിവേഴ്സ് ഹെൽത്ത് ക്ലബ്ബ് എന്നുള്ള ബേസിലാണ്. തീർച്ചയായിട്ടും ക്ലബിനും ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന രണ്ടാളുകൾക്കും ആസ് എ ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ എന്നുള്ള ഭാഗത്തും എൻ്റെ പേഴ്സണലി എല്ലാവിധ ആശംസകളും നേരെയാണ്. ഓക്കെ, താങ്ക് യു. ഒരു വാക്കുണ്ട്. ഈ മാഷെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഏതൊരാൾ ഇവിടെ എത്തിപ്പെട്ടാലും പിന്നെ മുന്നോട്ട് ഉയർച്ചകളാണ് ഉണ്ടാവുന്നത്. ഇവിടെ എത്തിപ്പെടണം. നമ്മളിപ്പോൾ ഏതെങ്കിലും എവിടെ പോയിട്ടും കാര്യമില്ല. ഈ രാമനാട്ടുകര സുധാകരന്മാർക്ക് നടക്കുന്ന യൂണിവേഴ്സിൽ ഹെൽത്ത് കപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബോഡി ബിൽഡിങ്ങിൽ ഇപ്പോൾ അടുത്ത വർഷം ഒരു പ്രൈസ് വാങ്ങുന്ന ഫസ്റ്റ് പ്രൈസ് അടിക്കണം എന്നുള്ള മാറ്റോട് പറഞ്ഞാൽ അത് തീർച്ചയായും നമുക്ക് സാധിക്കും. ആംബുലൻസിൽ ഇതേപോലെ ഇത്ര രീതിയിൽ ഒരു പൈസ എടുക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 100% അത് സാധിക്കും. ഇനി വെയിറ്റ് ലിഫ്റ്റിങ്, പവർ ലിഫ്റ്റിങ്, ബോഡി ബിൽഡിങ്, അത് എന്ത് മേഖലയിലാണ് സ്പോർട്സിനെ സംബന്ധിച്ചുള്ള എന്ത് വേണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാഷായിട്ട് ബന്ധപ്പെട്ടാൽ മാഷ് അത് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. പ്രീച്ച് പറഞ്ഞിരുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ നമുക്കൊരു ദ്രോണാചാര്യൻ എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. കാരണം ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇൻസ്പിറേഷൻ ആവാനോ അല്ലെങ്കിൽ അതുവഴി ഇത് മനസ്സിലാക്കാനുള്ള ആളുകൾക്ക് തീർച്ചയായും നേരിട്ട് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. അദ്ദേഹത്തിന് തന്നെ എല്ലാവിധ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. അതിനുള്ള സംവിധാനം ഞാൻ നമ്പർ ഡീറ്റെയിൽസും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും. ഞാൻ 2018 സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എവിടെ നടന്നാലും അവിടെ കാണപ്പെടുന്ന 2 വ്യക്തികളുണ്ട്. അതിൽ ഒരാളാണ് ഉണ്ണിയേട്ടൻ, രണ്ടാമത്തെ ആള് കരിയർ. ഇവര് എവിടെ പോയാലും ഒരു പൈസ എടുക്കില്ല ജനങ്ങൾ. അത് ഇവരെ കാണുന്ന കാലം മുതൽ ഞാൻ മത്സരിക്കാനല്ലെങ്കിൽ പൈസ ഒന്നും കിട്ടാനില്ല. ഒരു 2019 മുതലാണ് പൈസ കിട്ടാൻ തുടങ്ങിയത്. ഓക്കെ, ടേക്ക് 2. ഞാൻ ആംബുലൻസിലേക്ക് പഞ്ചമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 2015-ലാണ്. അന്ന് മുതൽ ഇന്ന് വരെ പഞ്ചമിച്ച് വേദികളിൽ കണ്ടുവരുന്ന 2 ആളുകളാണ് കരിയർ കൊണ്ടുവരുന്നത്. ഇവർ 2 പേര്. ഇവർ എവിടെ പോയാലും ഒരു പ്രൈസ് എടുത്തിട്ടാണ് ഇവർ രണ്ടാളും വരാറുണ്ട്. അത് അന്ന് മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ദില്ലിയിലോട്ടെ. ഈ ദില്ലിയേട്ടനെ ഞാൻ ഇവിടെ വന്നെ ആംബുലൻസിൽ ട്രെയിനിങ് ചെയ്യാൻ വരുന്ന ആളാണ് ദില്ലിയേട്ടൻ. ഇപ്പം കഴിഞ്ഞ മാസം മലപ്പുറം ജില്ലേൻ്റെ പാർലമെന്റ് മത്സരമുണ്ട്. അതിൻ്റെ എല്ലാ സപ്പോർട്ടും ദില്ലിയേട്ടനാണ് തന്നത്. ഇപ്പോഴും സപ്പോർട്ട് തന്നുകൊണ്ട് തന്നെ എല്ലാ പ്രാക്ടീസും ദില്ലിയേട്ടനാണ് ചെയ്തത്. അപ്പൊ ഇവര് രണ്ടുപേരും നിരവധി തവണ നാഷണൽ ചാമ്പ്യന്മാരായതാണ്. പക്ഷെ ഇവർക്ക് ഇന്ന് വരെ അവർക്ക് വേൾഡിലേക്ക് പോകാനുള്ളൊരു അവസരം സാമ്പത്തികമായിട്ട് കിട്ടാത്തതാണ് മെയിനായിട്ടുള്ള നമ്മളെ ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പം അത് പരിഹരിക്കാൻ അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് സഹകരിച്ചിട്ട് ഇവരെ ഒരു വേൾഡ് കോമ്പറ്റീഷന് കൊണ്ടുപോകാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് നമുക്ക് എത്താൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവർക്ക് നിരവധി തവണ പ്രൈസ് കിട്ടിയിട്ടും ഒരു ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സ്പോർട്സ് കൗൺസിൽ ഈ അതേപോലെയുള്ള ഈ സന്നദ്ധ സംഘടനകൾ സഹകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ ഇവർക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. ഈ ക്രിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഫുട്ബോൾ ആണെങ്കിലെല്ലാം വളരെ നല്ല രീതിയിൽ അവർക്ക് ഇതിന് പ്രചോദനം കൊടുക്കുന്നുണ്ട്. നമ്മളെ ഈ നിരവധി കിലോ വെയിറ്റ് അടിച്ചിട്ടും അതികഠിനമായ രീതിയിൽ പരിശീലനം ലഭിച്ചിട്ടും ഇവർക്കൊന്നും മുന്നോട്ട് പോകാനുള്ള ഒരു പുരോഗമനം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല. അത് കിട്ടാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്ക് ഗവൺമെൻറ്റിനോടും പഞ്ചായത്തിനോടും മുനിസിപ്പാലിറ്റിയോടൊക്കെ പറഞ്ഞ് ഇതിനൊരു നല്ല രീതിയിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം കൂടി നമ്മളെല്ലാവരും ഇതിൽ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ ഇൻസ്ട്രക്ടർ സുധാകരൻ മാഷും അദ്ദേഹത്തിൻ്റെ ബ്രദറും ജേട്ടനും നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു. അതുകൂടാതെ നമ്മുടെ ട്രെയിനിങ് സെക്ഷനിൽ ഈ 3 പേരും, അതുകൂടാതെ കുറച്ച് പേര് ഇന്ന് നാഷണൽ കോമ്പറ്റീഷനിൽ പോയിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇതിനെല്ലാ വിധ ട്രെയിനിങ്ങും വർക്കൗട്ട്സും ഒക്കെ ഇവരെ നമുക്ക് കൈമാറിയിട്ടുണ്ട്. അതാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചത്.
നാഷണൽ പോണ വേൾഡ് പോണ ഡോക്ടർക്കും പേഷ്യനും ആശംസ അറിയിക്കുകയാണ്. നമുക്ക് ഏതായാലും ആ ടൈമിൽ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല സാമ്പത്തികമായിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ക്ലബിന്റെ ഭാഗത്തായാലും പഞ്ചായത്തിന്റെ ഭാഗത്തായാലും എല്ലാവരും സഹായിക്കാം. ഞങ്ങൾ മൂന്നാളും സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ അന്ന് മലയാളത്തിൽ വായിക്കുന്നുണ്ട്, മൊത്തത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇവര് ഡോക്ടറാണെങ്കിലും ഇവരാണെങ്കിലും 2 വർഷമായി ഇത് പ്രാക്ടീസിന് വരുന്നത്. കുറേ ഈ കഠിന പ്രാക്ടീസ് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്താനും ഇതിനകത്ത് കഴിഞ്ഞത്. അതുകൊണ്ട് ഈ എല്ലാം അസുഖത്തിൽ മുന്നോട്ട് പോകുന്ന എല്ലാത്തിലും ഒരു എല്ലാ വേൾഡ് മത്സരത്തിന് പോകുന്ന ഡോക്ടർക്കും പേഷ്യനും അതിന് ആശംസകൾ പറയണം. അവരെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ ഈ ലെവലിലേക്ക് എത്തിയത്. അപ്പം ഈ പറയാനുള്ളത് പുതിയതായിട്ട് ഇതിലേക്ക് കടന്നു വരുന്ന ആൾക്കാരുണ്ട്. ഇവരെ ഒരു മാതൃകയായിട്ട് എടുത്തിട്ട് പിന്നെ നമ്മളെ ജീവിതത്തിൽ നമുക്ക് സമയം തന്നില്ല, നമുക്ക് ഏത് സമയത്തും എന്തും അച്ചീവ് ചെയ്യാന്നുള്ളത് ഒരു മാതൃകയാണ്. അപ്പം ഇവരെ ഇൻസ്പിറേഷനായിട്ട് എടുത്തിട്ട് ഇവരെ മാതൃകയാക്കിയിട്ട് പുതിയ തലമുറ അതിലേക്ക് കടന്നു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഒന്നുകൂടി ഇവർക്ക് ഉണ്ടാകും പിന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ US എന്നുള്ള ഈ ഒരു സ്ഥാപനത്തെത്തി ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി തരാൻ കഴിഞ്ഞു. പഞ്ചഗുസ്തി എന്നുള്ള ഈ ഒരു മത്സരം എങ്ങനെയാണ് നടക്കുന്നത്, അത് ഏത് രീതിയിലൊക്കെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതിലെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു ചാനൽ എക്സ്പീരിയൻസിൽ ഇത്രയും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീമിനെ കിട്ടിയതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ഭാഗത്തുനിന്ന് ഈ നേരത്തെ ഈയായിട്ട് പറഞ്ഞ പോലെ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി എത്തിച്ചേരാൻ പോകുന്ന പല ആളുകൾക്കും ഈ ഒരു ടീം സ്പിരിറ്റ് പ്രചോദനമാകട്ടെ. അതുവഴി അത് എല്ലാ ആളുകളിലേക്കും നമ്മുടെ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും നമ്മുടെ ഈ ഒരു കൊച്ചു കേരളം അറിയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും ഈ ഗ്രൂപ്പായിട്ട് നേർന്നുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഫസ്റ്റിലെ ചെറുപ്പത്തിലെ ഇവർ ഇങ്ങനെ പിന്നെ സിമെൻറ്റും മെറ്റലും പൂഴൊക്കെ ഇട്ട് ഒരു 2 ഭാഗത്ത് കുടുക്ക വെച്ച് ഒരു കമ്പിയൊക്കെ ഇട്ട് മറ്റേ ബോക്സിങ് ചെയ്യണവരിങ്ങനെ കളിക്കും. വീട് ഒന്നാക്കാൻ കൊണ്ടുവന്ന സാധനം കൊണ്ടാണ് ഇവർ കളിക്കുക. അപ്പം അച്ഛൻ ചീത്ത പറയും. ഞങ്ങളത്ര കാര്യമാക്കൂല, കുറേ ചെറുപ്പത്തിൽ തന്നെയാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. പിന്നെ സ്കൂളിൽ SSLC ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോയി ഉണ്ടാക്കും. രണ്ടാമത്തെ മോനും വലിയ മോനും ഇതന്നെയാണ് പണി കുറേ സമയത്ത്. പിന്നെ 2015 ആയാലേ അവന് എപ്പം നോക്കിയാലും ഇതിനോടുള്ളത് വാസനയുള്ളത്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ അത്ര ഇത് കാര്യമാക്കിയിട്ടില്ല. അങ്ങനെ ഇതിന് ചെയ്യാൻ തോന്നും. പിന്നെ വികൃതിയാണ് വിചാരിക്കും. ഈ ജിമ്മിനൊക്കെ പോയി തുടങ്ങിയാൽ പിന്നെ ജില്ലയിലേക്ക് വിളിച്ചിനി കളിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ജില്ലയിൽ നിന്ന് സെക്കൻഡൊക്കെ കിട്ടി. പിന്നെ 2015 മോൻ കേരളോത്സവത്തിന് പോയിനി. അവിടുന്ന് പ്രൈസൊക്കെ കിട്ടി വീട്ടിലേക്ക് വന്ന്. പിന്നെ ജില്ലയിൽ പോയി കളിക്കാൻ, അതിലും പ്രൈസൊക്കെ കിട്ടീനി. വീണ്ടും മൂന്നാമത് പിന്നെ നാഷണലിലേക്ക് പോയി. അവിടുന്ന് 2 പ്രൈസൊക്കെ കിട്ടിയാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ കളിക്കാൻ തുടങ്ങിയിരിക്കുക, ഏതായാലും ഇതിന് തുടങ്ങിയില്ലേ, അപ്പം ഞാൻ മുഴുവനാക്കണം. ഇനി കളിക്കാൻ പോണത് എല്ലാവരെയും എന്താ പറയുക സപ്പോർട്ട് കിട്ടിയിട്ട് ഇവിടേക്ക് കളിക്കാൻ പോകണമെന്നുണ്ട്. അപ്പം എല്ലാവരും എന്നെ ഇത് ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നാട്ടിലെ എല്ലാവർക്കും മോൻ കളിക്കാൻ പോകുന്നത് സന്തോഷമാണ്. അപ്പോൾ ഇതിന് പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടും ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നാട്ടിലെല്ലാവരും മോൻ്റെ കൂട്ടത്തിൽ മോൻ്റെ നമ്മുടെ കൂടെ
എല്ലാ സ്പോൺസറിൻ്റെതിനും എല്ലാവരും സഹായിക്കാം. വീട് നോക്കിയിട്ട് ഏട്ടൻ ഇങ്ങനെ വീടിനൊക്കെ പോവാറുണ്ട്, ജിമ്മിനൊക്കെ പോയി ഇങ്ങനെ ഓരോരോ സ്റ്റേഷനിലൊക്കെ പോകുന്നതൊക്കെ പോകാനൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ആദ്യം അത്ര ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പോയി എല്ലാത്തിലും ഇങ്ങനെ പ്രൈസ് കിട്ടിയെന്നൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ ഇങ്ങനെ കൂടുതൽ പോകാനുള്ള ഓരോരോ ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ പോയി ഇപ്പോൾ ഇവിടെ ഇതുവരെ എത്തി. പിന്നെ അടുത്ത് വേൾഡിലേക്ക് പോകാനുള്ള സ്പോൺസറാണ് വേണ്ടിയത്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതിലൂടെ ഒന്ന് സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കും. ഒരുപാട് സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോകുമ്പോൾ രാത്രിക്കാവും വരാൻ. ഓരോ സ്റ്റേറ്റിലേക്കൊക്കെ പോയി വരുമ്പോൾ പിന്നെ ഇങ്ങനെ പോയി 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ചത് എവിടെയായി എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും ഇങ്ങനെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അതിനൊരു സന്തോഷമാണ്. പിന്നെ ട്രോഫി കൊണ്ടിട്ടാണ് വരിക. അപ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷം. ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛൻ നാഷണലിൽ പോയി വന്നിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ ഫോട്ടോ ഉണ്ടായിട്ട് ഞാനത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി കാണിക്കാറുണ്ട്. അപ്പം അവരെ മുന്നിൽ ഞാൻ ഭയങ്കര ത്രില്ഡും ഹാപ്പിയും ഭയങ്കര ഹീറോ ആയ മാതിരിയാണ്. അവർക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണ്. ഞാനിങ്ങനെ ഗ്രൂപ്പിലൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ വിട്ടെടുക്കുമ്പോൾ എവിടെ എത്തി, ട്രോഫി കിട്ടിയെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഹായ്, ഞാൻ പ്രിയചേട്ടൻ്റെ അനിയൻ്റെ വൈഫാണ്. ഫസ്റ്റ് ഈ ആം റെസ്ലിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് സത്യം പറയാൻ ഒരു ഐഡിയ ആദ്യം ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഈ ആം റെസ്ലിങ്ങിനെ പറ്റിയിട്ടും ഏട്ടൻ പങ്കെടുക്കുന്നതിന് ശേഷമാണ് അതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിയാനൊക്കെ തുടങ്ങിയത്. പിന്നെ സമ്മാനങ്ങൾ കിട്ടി തുടങ്ങിയതും എല്ലാ കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. പിന്നെ അമ്മ പറയാറുണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ ഇപ്പം നെക്സ്റ്റ് വരുന്നത് വേൾഡ് ലെവലിലുള്ള കോമ്പറ്റീഷനാണ്. അപ്പോൾ അത് അസർബൈജാനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും അത്രത്തോളം ഉള്ള ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഇതിൽ വരുമ്പം അത്യാവശ്യം എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഹ്യൂജായിരിക്കും. അപ്പം നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, നല്ലൊരു സ്പോൺസറും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും കൂടുതലായിട്ട് ഏട്ടന് ഉയരാനും പിന്നെ ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഇതിൽ ഇപ്പം എന്തായാലും വേൾഡിലേക്കുള്ള ആ മത്സരത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് തന്നെ ആവശ്യമുണ്ട്. അപ്പം നാട്ടുകാരുടെ സപ്പോർട്ടും കുറച്ചൊക്കെ ഫണ്ട് അവരുടെ കയ്യിൽ നിന്നും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അത് മാത്രം പോരാ, നല്ലൊരു സ്പോൺസറെ കൂടെ ഇതിനൊരു ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പം ഒരു സ്പോൺസർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഏട്ടനും അത് നല്ലൊരു ഹെൽപ്പാവും. അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു വേൾഡ് ലെവലിലൊരു ചാമ്പ്യൻ വരിക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അഭിമാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഫുൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും നേടാൻ കഴിഞ്ഞെങ്കിൽ തന്നെ അത് ഓൻ്റെ എഫേർട്ടിൻ്റെ ഫലമാണ്. ഓൻ ചെറുപ്പം മുതലേ അധ്വാനിച്ചിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള ഒരു ഫലമാണ്. അത് ഇതിപ്പോഴാണ് അറിയുന്നതും പുറം ലോകം അറിയാൻ തുടങ്ങിയതും. ഇങ്ങനെ പേപ്പറിലൊക്കെ വന്നതിന് ശേഷമാണ് അത് അറിയാൻ തുടങ്ങിയത്. ഇനി അവന് മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും സഹായമാണ് വേണ്ടത്. അതിനൊരു സ്പോൺസറെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആണ് അവനെ ഉദ്ദേശിച്ച ഒരു ലെവലിലേക്ക് എത്താനും പറ്റുള്ളൂ. നമുക്ക് അവൻ്റെ കഴിവുകളിൽ അഭിമാനിക്കാനും പറ്റുള്ളൂ. വേൾഡ് തലത്തിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ വേൾഡ് തലത്തിലേക്കൊക്കെ എത്തിയറിയുമ്പോഴൊക്കെ അപ്പോൾ നമുക്കൊരു അഭിമാനമാണ്. ഇത്രയും വലിയ ഇതിലേക്കാണല്ലോ പോയത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കതൊരു അഭിമാനമാണ്. സുഹൃത്തുക്കളെല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. പക്ഷേ ഒരു സ്പോൺസറോട് കിട്ടിയാലേ ശരിക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുള്ളൂ. നല്ല സ്പോൺസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഇന്ത്യക്കൊക്കെ ഒരു നല്ല അഭിമാനമായിട്ട് അവൻ വരും എന്നുള്ളത് 100% ഷുവറാണ്.